ഇന്ന് മുട്ടക്കറി മീൻ പരിപ്പ് വയ്ക്കുക. സാധാരണ ഇപ്പോൾ ആൾക്കാർ വയ്ക്കാറുണ്ടാവും മുട്ടക്കറി മീൻ പരിപ്പ്. ഇനി വെച്ചു അതൊന്ന് തണക്കട്ടെ കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് നമുക്ക് മറ്റുള്ള ഇത് ചെയ്യാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക അതിലേക്ക്, ചട്ടിയിലേക്ക്. നമ്മുടെ മീൻ ചട്ടി തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. മുട്ട മീൻ പരിപ്പ് വയ്ക്കുകയാണല്ലോ, അപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ചട്ടിക്ക് ഒരു ഇത് കയറിച്ചു. അപ്പം നമുക്ക് അതിലേക്ക് 2 മണി ഉലുവ ഇട്ട് കൊടുക്കുക. അത്രയ്ക്ക് ഒരു നുള്ളു ഉലുവ ഇട്ട് കൊടുക്കുക. മീൻ പരിപ്പ് എന്ന് ആണല്ലോ പറയണത്, അപ്പോൾ ഉലുവ ഒന്ന് പൊട്ടട്ടെ. ചട്ടിക്ക് തിരുന്ന് പോകേറി, അതാണ് ചുമ കുത്തണ. ശരിക്കും പൊട്ടട്ടെ കേട്ടോ ഉലുവ. ഞാൻ കുറച്ച് ദിവസമായി എന്തെങ്കിലും ഒന്ന് ചെയ്ത് ഇതായിട്ട്. ഉലുവ ചുമന്നു. അപ്പോൾ നമുക്ക് അതിലേക്ക് ഉള്ളി, ചുമന്നുള്ളി ഇത്രയ്ക്ക് ഉള്ളി എടുത്തിട്ടുണ്ട്. ഒരു 5-10 എടുത്തിട്ടുണ്ട്. അതൊന്ന് ചുമക്കട്ടെ, ഉള്ളി മൂക്കണം. ഞാൻ ഇത് വേറെ ഇത് കറി ഇതാക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ അതിനുള്ള മാങ്ങക്കറി ഞാൻ എന്ന് പറയുമ്പോൾ അത് ഞാൻ ഇട്ടിട്ടുണ്ട് ചാനലിൽ. ഇത് മാങ്ങ മീൻ പരിപ്പ് ഒക്കെ അത് നമുക്ക് സദ്യകൾക്കൊക്കെ പോകുമ്പോൾ കിട്ടണതാണ്. മാങ്ങക്കറി മീൻ പരിപ്പ് ഇത് അതൊന്ന് പരിചയപ്പെടുത്താം, അതൊന്ന് വയ്ക്കാന്നുള്ള ഇതിലായിരുന്നു. അപ്പോൾ മാങ്ങ ഇരുന്നത് പഴുത്ത് പോയി. പഴുത്ത മാങ്ങ പിന്നെ കറിയിൽ പറ്റില്ല. അപ്പം ഞാൻ മുട്ട കറി വയ്ക്കാമെന്ന് കരുതി. മാങ്ങനിപ്പോൾ മേടിക്കാൻ കാലത്ത് മഴയും ഒക്കെ ആയിട്ട്. അപ്പം എന്നാൽ മുട്ട ഇരിക്കുന്നുണ്ട്, അപ്പം മുട്ട കറി വയ്ക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഉള്ളി ചുമക്കട്ടെ കേട്ടോ നന്നായിട്ട്. നമ്മുടെ ഉള്ളി മൂത്തു. അതിലേക്ക് നമുക്ക് ഒരു കഷ്ണം ഇഞ്ചി അത് ഇട്ട് കൊടുക്കുക. ഒരു ചെറിയ കുടം വെളുത്തുള്ളി അത് കൂടി കിടന്ന് ഒന്ന് മൂക്കട്ടെ. നമ്മുടെ ഉള്ളി ശരിക്കും മൂത്തു. അപ്പം അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചിയും ഒരു കുടം വെളുത്തുള്ളിയും ഇട്ട് കൊടുത്തു. ഒന്ന് ആട്ടെ. 3 ചെറിയ സബോളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് 3 ചെറിയ സബോള, അതേപോലെ 2 പച്ചമുളക്. സബോള എന്നിട്ട് വഴണ്ടി വരട്ടെ. അതിൽ കൂടെ നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. അല്പം ഉപ്പിട്ട് കൊടുക്കാം. സബോള വേഗം ഒന്ന് വഴണ്ട് കിട്ടാൻ. ഉപ്പ് നമ്മളത് നോക്കിയിട്ട് കറക്കി ഇട്ടാൽ മതി.
ഇതിലേക്ക് തക്കാളി ഇടണം. മാങ്ങൻ്റെ ഒരു കഷ്ണം മാങ്ങയും കൂടി ഉണ്ടായാൽ നല്ലതായിരുന്നു. മാങ്ങ സീസണല്ലല്ലോ, നമുക്ക് മാങ്ങ സ്ഥിരപടി ഉണ്ടാവും. ഇത് ഇരുന്ന് പഴുത്തു പോയി, ഞാൻ നോക്കിയപ്പോൾ പഴുത്തു മാങ്ങ. ഞാൻ ഇതിലേക്ക് നമുക്ക് 2 തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം. 2 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്, ഈ വലിപ്പമുള്ളത്. അത് നമുക്ക് നാലായിട്ട് കീറി ഇട്ട് കൊടുക്കാം. പറമ്പിൽ പുല്ലൊക്കെ നന്നായിട്ട് കാട് കയറിയപ്പോൾ പുല്ല് ചെത്തി മടുത്തു. ഇന്ന് പഴഞ്ച് വരട്ടെ. സബോളയും തക്കാളിയും ഒന്ന് കഴിഞ്ഞപ്പോൾ നമുക്കതിലേക്ക് ഒരു വേപ്പരിയും കൂടി ഇട്ട് കൊടുക്കാം. കറിവേപ്പരിയും കൂടി ഇട്ട് കൊടുത്തു. നമുക്ക് തക്കാളിയും സബോളയും എല്ലാം വഴഞ്ഞ് വന്നു. നമുക്കിതിലേക്ക് ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികൾ മല്ലിപ്പൊടി ഒരു സ്പൂണ്. മല്ലിപ്പൊടി ഫുള്ളായിട്ട് എടുക്കണില്ല, 1 സ്പൂണ് മല്ലിപ്പൊടി കഷ്ടി എടുത്തിട്ടുള്ളൂ. നമുക്ക് മുളക് പൊടി 2 സ്പൂണ് മുളക് പൊടി ഇടാം. ഇതിലേക്ക് ഒരു കഷ്ണം കുടപ്പുളിയാണ് പുളിക്ക് എടുത്തിട്ടുള്ളത്. കുടപ്പുളിയുടെ ആ വെള്ളവും അതും കൂടിയിട്ട് ഒരു കഷ്ണം കുടപ്പുളി ഇട്ട് കൊടുത്തു. ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് മഞ്ഞൾപ്പൊടി മല്ലി പൊടിച്ചപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇത് മഞ്ഞൾ പൊടിച്ചിട്ട് മല്ലി പൊടിച്ചപ്പോൾ അതിലേക്ക് നന്നായിട്ട് മഞ്ഞളിൻ്റെ ഒരു വന്നിട്ടുണ്ട്. അപ്പോൾ അത് കാരണം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടാൽ മതി. നമുക്കിതിലേക്ക് നാളികേര പാലാണ് ചേർക്കണത് കേട്ടോ. അപ്പം അത് ഒരു 2ാം പാലായിട്ട് എടുത്തു വെച്ചത്. 2ാം പാലായാലും 1ാം പാൽ ഒഴിച്ചാലൊക്കെ പുളിയിൽ നമ്മൾ നാരങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ ഒന്ന് ഇതാവും. അത് പിന്നെ ലാസ്റ്റ് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ശരിയാവും. പാലൊഴിച്ചു. നമുക്കതിലേക്ക് ഇത്തിരി ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് സബോള വാടാൻ വേണ്ടിയിട്ട് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്കിനി കറി നോക്കിയിട്ട് ഉപ്പിട്ടാൽ മതി. ഇത് ചിലപ്പോൾ ഉപ്പ് അധികമായിട്ടുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത് ഉപ്പ് നമുക്ക് കറികൾക്കൊക്കെ ഉപ്പ് ഇത്തിരി കൂടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉപ്പ് കുറയ്ക്കാനായിട്ട് പണ്ടൊക്കെ ഞങ്ങൾ എന്താ ചെയ്യുമെങ്കിൽ വാഴപ്പിണ്ടി ഉണ്ടല്ലോ, വാഴപ്പിണ്ടി ഉപ്പ് വലിക്കുന്ന സാധനമാണ്. അപ്പോൾ ഒരു കഷ്ണം പിണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ കറിയുടെ ഉപ്പ് പാകത്തിനാക്കാൻ പറ്റും. നമുക്ക് 1ാം പാൽ കൂടി ഒഴിച്ചു കൊടുത്തേക്കാം.
മറ്റുള്ള കറികളുടെ പോലെയല്ലല്ലോ ഇത്, പുളിയൊക്കെ ഇതാവണമല്ലേ. അപ്പോൾ ഇത് നമ്മൾ രണ്ടാം പാലും ഒന്നാം പാലും ഞാൻ വെച്ചാൽ വെള്ളം അധികം ആവണ്ടെന്നുള്ളതിൽ അങ്ങനെ എടുത്തതാണ്. അപ്പോൾ അത് നമുക്ക് ഒഴിച്ച് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ഒന്ന് പിരിയും. പുളിയിൽ തേങ്ങാപ്പാൽ ചേരുമ്പോൾ ഒന്ന് പിരിഞ്ഞു വരും. പക്ഷെ അത് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ശരിയാവും. പാത്രത്തിൽ അല്പം വെള്ളം കൂടി ചേർത്ത് ഇതൊന്ന് തിളയ്ക്കട്ടെ കേട്ടോ. തിളച്ചിട്ട് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട സാധനം ഇട്ട് കൊടുക്കാം. പുളി നോക്കിയിട്ട് നന്നായിട്ട് തിളച്ചിട്ട് പുളി നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഒരു അല്പം പുളിയും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് തിളക്കട്ടെ കേട്ടോ. തിരുവാതിര ഞാറ്റിലെയാണ് 22-ാം തീയതി തുടങ്ങിയത്. തിരുവാതിര ഞാറ്റിലാണ് കൂടുതൽ ദിവസം ഉണ്ടാവുക എന്നാണ് പറയുക. അപ്പോൾ ഞാൻ മഴ തുടങ്ങണതിന് മുമ്പ് കുറച്ച് കുരുമുളകിൻ്റെ തലയൊക്കെ ഇട്ട് കൊടുത്ത് അതൊക്കെ പിടിച്ചിട്ടുണ്ട്. വെള്ളം കയറുന്ന സ്ഥലമായ കാരണം കൊണ്ട് ഒക്കെ എന്ത് ചെയ്യാനൊരു മടിയാണ്. കൊല്ലം എന്തുണ്ടാവും എന്നറിയില്ല. മഴ കുറവാന്നൊക്കെ പറയുന്നുണ്ട്. അത് കാരണം ചിലപ്പോൾ വെള്ളം കയറില്ല എന്ന് വിചാരിക്കണു. കുറച്ച് മരങ്ങളിലും കൂടി ഉണ്ട്. അടയ്ക്കാ മരങ്ങളിലാണ് ഇടണത് കുരുമുളക്. കഴിഞ്ഞ വർഷം മരം ഒടിഞ്ഞ് വീണൊക്കെ കുരുമുളകൊക്കെ കുറേ പോയി. ഞാൻ പറഞ്ഞല്ല, നന്നായിട്ട് മിളകൊക്കെ കിട്ടിയാറുണ്ട്. കുറേ പോയി. ഇനിയൊക്കെ ഇട്ട് കൊടുത്ത് പിടിച്ച് വന്നിട്ട് വേണം. എങ്ങനെയായാലും ഒരു 3 വർഷം കഴിയും ഇനി അത് ഒക്കെ പിടിച്ച് വന്ന് മിളക് തിരിയിട്ട് തുടങ്ങണമെങ്കിൽ. വീട്ടാവശ്യത്തിനുള്ളത് കിട്ടാനുണ്ട്. ഇപ്പോൾ ഈ കൊല്ലം 6 കിലോ മിളക് കൊടുത്തു. ഈ കഴിഞ്ഞ വർഷം കൊല്ലം തിരിയൊന്നും കാണാനില്ല. അത് ഈ കാലാവസ്ഥയുടെ ഇതാണോ എന്താണെന്ന് അറിയില്ല. കുരുമുളക് തിരി ഇല്ല കൊല്ലം. അവിടെ ഇവിടെ ഓരോന്നൊക്കെ ഉള്ളൂ. എന്താ ഞാൻ പറഞ്ഞില്ല, തേങ്ങ പാലിങ്ങനെ പുളിയിൽ ചേരുമ്പോൾ ഒന്ന് ഇതാവുന്നു. അതിൻ്റെയാണ്. അത് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ശരിയാവും. അപ്പോൾ നമുക്ക് ഇതൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഉപ്പും പുളിയും എരിവൊക്കെ നോക്കാം. നമുക്ക് നന്നായിട്ട് തിളച്ചു. നമുക്ക് ഉപ്പും പുളിയും ഇതൊക്കെ ഒന്ന് നോക്കാം. എന്നിട്ട് പോരെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. പുളിയുണ്ട്. എരിവൊക്കെ ഉണ്ട്. ഉപ്പ് ഒരു അല്പം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ടേസ്റ്റ് ഉണ്ട് ചാറിന്. ഇനി നമുക്കിതിലേക്ക് മുട്ടേനെ ഇട്ട് കൊടുക്കാം. മുട്ട ഇതേപോലെ പൊളിച്ചെടുത്തേക്കാണ്. ചെറിയ മുട്ടയാണ് ഇതിപ്പോൾ. ഇപ്പോൾ കിട്ടണത് ചെറിയ മുട്ടയാണ്. അപ്പോൾ നമുക്കിങ്ങനെ നടുവെ പൊളിച്ച് അതിൻ്റെ ഉണ്ണി പൂവാണ്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അത് തിളച്ച് വരുമ്പോൾ എങ്ങനെയായാലൊക്കെ ഇളകി ഇതാവും. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുഴുവനോടെ ഇങ്ങനെ വയ്ക്കണതിന് മുഴുവനോടെ ഇടില്ല. പിന്നെ അതിൻ്റെ പുളിയും ഇതെല്ലാം മുട്ടയിൽ പിടിക്കാൻ
ഇത് ഉപ്പും പുളിയൊക്കെ നോക്കിയാൽ ഞാൻ നോക്കിയപ്പോൾ ഉണ്ട് എല്ലാനും ഉപ്പൊരു പൊട്ട് കുറവുണ്ടായിരുന്നു, അപ്പം ഞാനത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് മൂടി വയ്ക്കാം. ഇന്ന് മുട്ട വെന്തതാണല്ലോ, അതിനി അധികം വേവില്ല. ഇത് ആ ഗ്രേവിയിലൊന്ന് തിളച്ച് ഇതാവേണ്ട ഉള്ളൂ. എന്നിട്ട് ശരിക്കും ഒന്ന് തിളച്ചോട്ടെ കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ഒരു കഷ്ണം മാങ്ങയും കൂടി ഉണ്ടായെങ്കിൽ നന്നായേനെ. നന്നായിട്ട് തിളച്ചു. ആ പാല് പിരിഞ്ഞ പോലെ ഉണ്ടായതൊക്കെ തിളച്ച് വന്നപ്പോൾ കണ്ടോ നല്ല ഇതായി. അപ്പോൾ നന്നായിട്ട് ഇതൊക്കെ ഒന്ന് ഇതായി കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് നീ ഇറക്കി വയ്ക്കാം. ഇത് കറി പാകമായി. നമുക്ക് ഇറക്കി വയ്ക്കാം. നമുക്കതിലേക്ക് അല്പം ഒരു പൊടിക്കൈ ആയിട്ട് കറിവേപ്പില ചൂടാക്കി ഇടാം. നമ്മുടെ കറി അങ്ങനെ പാകമായി. അത് ഞാൻ അടുപ്പിൽ നിന്ന് ഇറക്കി വെച്ചു. അതിലേക്ക് ഒരു തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ച്, എപ്പോഴും മീൻ കറിക്കൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഒരു ഭംഗിക്കാണ് കേട്ടോ. എരിവൊക്കെ ഉണ്ട്. ഇത് മതി വെളിച്ചെണ്ണ. അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില, മോന് എന്നുവെച്ചാൽ പച്ചക്കറിവേപ്പില ഇടണത് അവന് അത്ര ഇഷ്ടമില്ല. അപ്പം ഞാൻ എണ്ണയിലൊന്ന് ഇതിനമ്മ പച്ചക്കറിവേപ്പില ഇട്ടേന്ന് ചോദിക്കും. വെച്ചാൽ വെള്ളം ഒന്ന് വെച്ച് ആയി കഴിയുമ്പോൾ ഒരു നുള്ളു മുളക് പൊടി, നമുക്കിത് സ്റ്റവ് ഓഫാക്കിക്കൊണ്ട് മുളക് പൊടി ഇട്ടാൽ മതി. മതി ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. ഇതിനെ ഇറക്കി വെച്ചിട്ട് നമ്മുടെ കറച്ചട്ടീനെ ഇങ്ങോട്ട് കയറ്റി വയ്ക്കുക. ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതല്പം വയ്ക്കാം നമുക്ക്. ഇത് പൊടിയുടെ ഇതൊക്കെ ഒന്ന് ചൂടായിക്കോട്ടെ. ചട്ടിയിൽ തന്നെ വെച്ച്, ഇങ്ങനത്തെ കറിയൊക്കെ മൺചട്ടിയിൽ തന്നെ വെച്ച് വെക്കുന്നതാണ് നല്ല ടേസ്റ്റ് വരിക. നല്ല കുറുകി കറി. അപ്പം അങ്ങനെ നമ്മുടെ ഇവിടെ ഇറക്കി വയ്ക്കാം. പിന്നെ നമ്മുടെ മുട്ട മീൻ പരിപ്പ്, മുട്ട ഇങ്ങനെ പൊളിച്ച് തന്നെ ഇടണം കേട്ടോ. അങ്ങനെ ആരെങ്കിലും ഇത് ചെയ്യുമ്പോൾ അപ്പോൾ അത് നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്. നമുക്ക് ചോറിനാണ് മെയിനായിട്ടിത് ഇങ്ങനെ വെക്കുക. നമ്മൾ മുട്ട സാധാരണ അപ്പത്തിന്, ഇടിയപ്പത്തിന് അങ്ങനെയുള്ളതിനൊക്കെ വയ്ക്കും. കറി റെഡിയായി. ഇത് എല്ലാവരും ഒന്ന്
ശ്രമിച്ച് നോക്കുക. നമ്മൾ മുട്ട സാധാരണ വറുത്തരച്ചാണ്, വറുത്തരച്ചെന്നല്ല, ഇങ്ങനെ പുളിയൊന്നും ചേർക്കാണ്ട് ഉള്ള ഇതാണ് വെക്കുക. അത് നൂലപ്പത്തിന് അല്ലെങ്കിൽ പുട്ടിന്, അപ്പത്തിന്, ചപ്പാത്തിക്ക് അങ്ങനെയൊക്കെ ഇതായിട്ട് അങ്ങനെയൊക്കെ വെക്കണേന് പുളി ചേർക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയാണ് നമ്മൾ വെക്കുക. ഇത് നമുക്ക് ചോറിന് അങ്ങനെ വെക്കുമ്പോൾ നമുക്ക് ചോറിനത് കൂട്ടാൻ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല, ചോറ് ഉണ്ണണമെങ്കിൽ. ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. ഇങ്ങനെ എല്ലാവരും ഒന്ന് ശ്രമിച്ച് നോക്കുക. അറിയാതിരിക്കുക എല്ലാവർക്കും മുട്ട മീൻ പരിപ്പ് വെക്കണത്. അപ്പോൾ അത് ഇങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക, ചെയ്തിട്ടില്ലാത്തവർ. എന്നിട്ട് നല്ലതാണെങ്കിൽ അഭിപ്രായം പറയുക. ഇപ്പോൾ തേങ്ങാപ്പാലിൽ വയ്ക്കാൻ തേങ്ങ അരച്ച് വേണമെങ്കിൽ അങ്ങനെയും വെക്കാം കേട്ടോ. തേങ്ങ അരച്ച് വെക്കണതിൽ ഇത്തിരിയും കൂടി നല്ലത് ഇങ്ങനെ തേങ്ങാപ്പാലിൽ വെക്കണതാണ്. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ശ്രമിച്ച് നോക്കുക. ഇഷ്ടമായെങ്കിൽ അഭിപ്രായം പറയുക. ശരി. അപ്പം അങ്ങനെ നമ്മുടെ മുട്ട മീൻ പരിപ്പ് വെച്ചത് ഞങ്ങൾക്ക് കാണിച്ച് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ടായില്ലോ. അപ്പോൾ കറി റെഡിയായി. അപ്പോൾ ഇതേപോലെ മുട്ടയുടെ ഉണ്ണിയും ഇതൊക്കെ ഇതെങ്ങനെ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതിൻ്റെ ആ ഉപ്പും പുളിയും എരിവും ഇതെല്ലാം കൂടി ആവുമ്പോൾ മുട്ട കഷ്ണം നല്ല ടേസ്റ്റായിരിക്കും കഴിക്കാൻ. ചോറിന് ആണ് ഏറ്റവും ഫസ്റ്റ് ഇട്ടത്. ഇതെല്ലാവരും ഒന്ന് ശ്രമിച്ച് നോക്കുക.